വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ്, ഒന്നും തോന്നരുത്. ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊക്കെ സെറ്റിൽ ചെയ്യണം, എടുത്ത എമൗണ്ടുകളൊക്കെ. അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയാം. അപ്പോൾ അത് സിനിമയിലുള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം, അതിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തന്ന എൻ്റെ ഡയറക്ടർ, എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് 100% ഇന്നും എപ്പോഴും നാളെയും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവര്, എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവര്, എന്നേക്കാൾ ബുദ്ധിയുള്ളവര്, എന്നേക്കാൾ എല്ലാ രീതിയിലും മിടുക്കരായിട്ടുള്ളവര് എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട്. സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു 100 കോടി ക്ലബിൽ, അല്ലെങ്കിൽ 100 കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു സിനിമ 100 കോടി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. അപ്പം ഇതിൻ്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഇനിയും ഇതിൻ്റെ നമ്മുടെ സാറ്റലൈറ്റ് ഡിജിറ്റലിൻ്റെ ഒക്കെ പൈസ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട്, ഓഡിയോയുടെ പൈസയൊക്കെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട്. കിട്ടിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു മാരുതി 800 ആയിട്ട് ഞാൻ ആ വീടിൻ്റെ മുന്നിൽ വരും എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ടൊവിനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ, സിനിമകളാകുമ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ്. ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ചെറിയ പിണക്കത്തിലാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണങ്ങും, അങ്ങനെയാണ്. സിനിമയോട് അത്രയും പാഷനുള്ള ഒരാളാണ്. അപ്പം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും, അല്ലെങ്കിൽ അപ്പം തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം ഒരു ഈഗോ നോക്കാതെ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോൾ, വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 5 മണിയായപ്പം വിളിച്ചപ്പോൾ വന്നയാളാണ്. ഉച്ചയ്ക്ക് എൻ്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ 1 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 12:30 വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവിനോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സിനിമയ്ക്കുള്ളിൽ മാത്രമാണ് ഞാൻ ടൊവിനോട് വീണ്ടും പറയുകയാണ്. പിന്നെ ടൊവിനോ സിനിമയുടെ ഒരു ഇതാട്ടോ, ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ആകാനേ ഞാൻ നോക്കുള്ളൂ, ഒരിക്കലും ഞാനത് ഇതാവത്തില്ല. ടൊവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ ഭയങ്കര പബ്ലിസിറ്റിയോടുകൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ അത് എന്നെ കൊണ്ടിട്ട് ഒരു കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ്, ഒന്നും തോന്നരുത്. ഞാൻ പറയുന്നത്, അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോൾ അറിയാം, ടൊവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമേനെ പറ്റി പറഞ്ഞത്. ഈ സിനിമേനെ പറ്റി നിങ്ങൾക്കറിയാം, ഒരു റോള് ചെയ്യണേ തന്നെ ഭയങ്കര പാടാണ്. ടൊവി ഈ സിനിമയിൽ 3 റോള് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 100% ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോയാണെങ്കിലും 140 ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു 175-200 ദിവസം ആയി പോകും എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊവിനോയോട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ്. പിന്നെ ടൊവിനോ സിനിമയിൽ 3 ഡിഫറെൻ്റ് റോള് അഭിനയിക്കുമ്പോൾ ജീവിതത്തിൽ 10-12 റോളുകൾ ഡെയിലി ഞാൻ മാറി മാറി അഭിനയിക്കുന്ന ആളായതുകൊണ്ടിട്ട് ഇതൊന്നും എനിക്കൊരു ഇതല്ലാത്തത് കൊണ്ടും ഈ സിനിമയുടെ പിന്നിലും മുന്നിലും നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഞാൻ നന്ദി പറയാനായിട്ട്
ഞാൻ പലരെയും വിട്ടുപോകും. കാരണം ഈ സിനിമ മറ്റൊരു സിനിമ പോലെയല്ല, നമ്മളൊരു 60 ദിവസം കൊണ്ട് 70 ദിവസം കൊണ്ടിട്ട് തീർന്ന ഒരു സിനിമയല്ല. ഇതുപോലത്തെ പഴശ്ശിരാജ പോലെയുള്ള പല പല സിനിമകളും ഉണ്ട് കേട്ടോ. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ എന്ന് പറയാത്ത വിധത്തിൽ ആ സിനിമയെ ആക്കിയെടുത്ത ഇതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും, ടൊവിനോയുടെ കൂടെ ഉള്ളവരായിക്കോട്ടെ, മാജിക് ഫ്രെയിംസിൻ്റെ ഒപ്പമുള്ളവരായിക്കോട്ടെ, എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ സിനിമ ഓവർസീസ് റിലീസ് ചെയ്തെന്ന സഞ്ജയ് വാദ്യയോട് ആയിക്കോട്ടെ, ഞങ്ങളുടെ ഔട്ട്സൈഡ് കേരള ഈ സിനിമ റിലീസ് ചെയ്ത് തന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ആയിക്കോട്ടെ, ഞങ്ങളുടെ ഈ സിനിമ വാങ്ങിയ ഹോട്ട്സ്റ്റാറിനോടായിക്കോട്ടെ, എല്ലാവരോടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് വരും. നല്ലതല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കണം, നല്ലതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്വീകരിക്കണം. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്.